ഇതാ നമ്മുടെ കഥയിലെ പൂച്ചക്കാരൻ. മൂപ്പർ അബദ്ധത്തിൽ ഒരു വലിയ വില കൂടിയ പെയിന്റിങ്ങിലേക്ക് ഐസ്ക്രീം തെറിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അത് തുടച്ചു കളയാൻ നോക്കിയപ്പോഴാണ് സംഗതി മനസ്സിലായത്. അത് കൂടുതൽ വഷളായി എന്ന്. ഒന്നും നോക്കിയില്ല, അവൻ വേഗം അവന്റെ റൂമിലേക്ക് ഓടി. ഇതേപോലെ ഒരെണ്ണം ഉണ്ടാക്കാം എന്ന് കരുതി അവൻ സ്വന്തമായി വര തുടങ്ങി. അങ്ങനെ ഒറിജിനൽ പെയിന്റിംഗ് മാറ്റി അവൻ വരച്ച പുതിയ വേർഷൻ അവിടെ വെച്ചിട്ട് അവൻ അവിടുന്ന് സ്ഥലം വിട്ടു. കഥ അവിടെ തീർന്നില്ല. അടുത്ത ദിവസം അവന്റെ കൂടെ ജോലി ചെയ്യുന്ന ഫ്രണ്ട് വന്ന് ഈ പെയിന്റിങ്ങിന്റെ മുന്നിൽ പെട്ടു. എന്തോ കുടിച്ചോണ്ട് നിന്ന പുള്ളിക്ക് പെട്ടെന്ന് തൊണ്ടയിൽ എന്തോ ഒന്ന് കുടുങ്ങി ഒരു ഒന്നൊന്നര ചുമ. അങ്ങനെ പുള്ളിയും ആ പെയിന്റിംഗ് മൊത്തത്തിൽ കേടുവരുത്തി. തുടക്കം നോക്കിയപ്പോൾ കാര്യങ്ങൾ വീണ്ടും പാളുകയാണ് ചെയ്തത്. ഇതോടെ പുള്ളിയും ആകെ പാനിക്കായി റൂമിലേക്ക് ഓടി. ഇതേപോലെ ഒറിജിനലായി തോന്നിക്കുന്ന വേറൊരു പെയിന്റിംഗ് അവരും ഉണ്ടാക്കി. ഓണർ തിരിച്ചെത്തുന്നതിന് മുൻപ് അതവിടെ മാറ്റിവെക്കുകയും ചെയ്തു. കറക്റ്റ് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ദാ വരുന്നു ഒറിജിനൽ മാനേജർ. മൂപ്പർ ഇവരെ രണ്ടുപേരെയും ഭയങ്കര സംശയത്തോടെ ഒരു നോട്ടം നോക്കി. ഇവർ രണ്ടുപേരും ഉള്ളി നന്നായി പേടിക്കുന്നുണ്ടെങ്കിലും മാനേജർക്ക് പെയിന്റിംഗ് കണ്ടിട്ട് ആദ്യത്തേതിനേക്കാൾ കൂടുതൽ ഭംഗിയുള്ളതായിട്ടാണ് തോന്നിയത്. പുള്ളിക്ക് സംഭവം ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഉടനെ തന്നെ അതിനൊപ്പം ഫോട്ടോ എടുക്കാനും തുടങ്ങി. പക്ഷേ യഥാർത്ഥ ട്വിസ്റ്റ് വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇവർ രണ്ടുപേരും അവിടുന്ന് പോയ ഉടനെ മാനേജർ തറയിൽ കിടന്ന ഐസ്ക്രീമിൽ ചവിട്ടി ഒരൊറ്റ പഴുക്കൽ. പുള്ളി നേരെ ചെന്ന് വീണത് പെയിന്റിങ്ങിന്റെ മുകളിലേക്കാണ്. പുള്ളിയുടെ സ്വന്തം ആർട്ട് വർക്ക് പുള്ളി തന്നെ ഫുള്ളായി നശിപ്പിച്ചു. അയ്യോ, ഇവരെന്നെ കളിയാക്കുമല്ലോ എന്ന് ഓർത്ത് മാനേജർ ആകെ പേടിച്ചുപോയി. പുള്ളിയും നേരെ സ്വന്തം റൂമിലേക്ക് ഓടി പുതിയൊരു പെയിന്റിംഗ് വരച്ചെടുത്തു. അങ്ങനെ ഒരേ പെയിന്റിംഗ് മൂന്നാമത്തെ തവണയും അവിടെ മാറ്റി സ്ഥാപിക്കപ്പെട്ടു. അവസാനം ആർക്കും ഒരു വ്യത്യാസവും കണ്ടുപിടിക്കാൻ പറ്റിയില്ല.